നമസ്കാരം. 2026 ഏപ്രിൽ 1 മുതൽ എല്ലാ തലങ്ങളിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ, പണം പിൻവലിക്കൽ, ആദായ നികുതി, പാൻ കാർഡ്, സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട്, ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ, വസ്തു ഇടപാട്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്സ്, സ്വർണ്ണ പണയ വായ്പ എന്നിവയ്ക്ക് 1/4/2026 മുതലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാട് തട്ടിപ്പുകൾ തടയുന്നതിനായി 1/4/2026 മുതൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നിലവിൽ വരുന്നതാണ്. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകാർക്ക് OTPക്ക് പുറമെ പാസ്വേഡ് അല്ലെങ്കിൽ പിൻ അല്ല എങ്കിൽ ബയോമെട്രിക് വിവരങ്ങളും ഉപയോഗിക്കേണ്ടതാണ്. ആദായ നികുതി 1961 ആദായ നികുതി നിയമത്തിന് പകരം 2025 പുതിയ ആദായ നികുതി നിയമം ഇൻകം ടാക്സ് ആക്ട് 2025 1/4/2026 മുതൽ പ്രാബല്യം. നികുതിദായകർ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അസസ്മെന്റ് ഇയർ ആണോ ഫിനാൻഷ്യൽ ഇയർ ആണോ അത് ഏത് ഇയർ ആണ് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം ഇതോടുകൂടി ഒഴിവാക്കപ്പെടുന്നതാണ്. 1/4/2026 മുതൽ ഫിനാൻഷ്യൽ ഇയറിനെ ടാക്സ് ഇയർ ആയിട്ട് തന്നെ പരിഗണിക്കണം. അതായത് ഫിനാൻഷ്യൽ ഇയർ തന്നെയായിരിക്കും ടാക്സ് ഇയർ ആയിട്ട് പരിഗണിക്കുന്നത്. അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കൽ. ITR ഫയൽ ചെയ്യാത്തവർ 1 വർഷം അവർക്ക് പിൻവലിക്കാവുന്ന പരമാവധി തുക 20 ലക്ഷം രൂപ. ഇതിൽ കൂടുതൽ പിൻവലിച്ചാൽ TDS ബാധകമാക്കും. ITR ഫയൽ ചെയ്തയാളോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ആളോ ആണെങ്കിൽ 1 കോടി രൂപ വരെ പിൻവലിക്കാം. എല്ലാ ഇടപാടുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യുന്നതാണ്. പാൻ കാർഡ് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു കൈമാറ്റത്തിന് മാത്രമേ ഇനി പാൻ കാർഡ് നൽകിയാൽ മതി. നേരത്തെ 10 ലക്ഷം രൂപയായിരുന്നു പരിധി. വാഹനവില 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം പാൻ നിർബന്ധം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പാൻ കാർഡ് ഉള്ളവർക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ്. കറണ്ട് അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. മുകളിൽ പറഞ്ഞ പരിധി ലംഘിച്ചാൽ ഇൻകം ടാക്സിന്റെ വകുപ്പിന്റെ കർശന നിരീക്ഷണത്തിൽ വരുന്നതാണ്. പാൻ കാർഡ് ഇല്ല എങ്കിൽ ഒരു സാമ്പത്തിക വർഷം നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 5 ലക്ഷം രൂപയാണ്. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക്. ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, ആനുവൽ ഫീസ് ഇല്ലാതെയുള്ള ATM കാർഡ്, ചെക്ക് ബുക്ക്, ഇമെയിൽ സ്റ്റേറ്റ്മെന്റ്, 4 തവണ ഫീസ് ഇല്ലാതെ ATMൽ നിന്ന് പണം പിൻവലിക്കൽ എന്നിവ പുതിയതായി 1/4/2026 മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ താഴെയാണ് ടിക്കറ്റ് ക്യാൻസലേഷൻ നടത്തുന്നതെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. നേരത്തെ ഇത് 4 മണിക്കൂറായിരുന്നു. ട്രെയിൻ ക്യാൻസലേഷൻ നിരക്ക് ചുവടെ പരമാവധി തുക തിരികെ ലഭിക്കാൻ 72 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. 72നും 24 മണിക്കൂറിനും ഇടയിലാണ് ക്യാൻസലേഷൻ എങ്കിൽ 25% തുക കുറയും. 24നും 8 മണിക്കൂറിനും ഇടയിലാണ് ക്യാൻസലേഷൻ എങ്കിൽ 50% തുക കുറയും. 8 മണിക്കൂറിൽ താഴെയാണ് എങ്കിൽ മുഴുവൻ തുകയും ഇനി മുതൽ നഷ്ടമാകും. വസ്തു ഇടപാട്. വസ്തുവോ വീട് വാങ്ങിക്കുമ്പോഴോ അഡ്വാൻസായി വാങ്ങിക്കുന്നത് 20,000 രൂപയിൽ കൂടുതൽ പണമായി വാങ്ങിക്കരുത്. വസ്തു ഇടപാട് റദ്ദ് ചെയ്താലും ഈ പരിധി ബാധകമാണ്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്സ്. 20,000 രൂപയ്ക്ക് മുകളിലായി പണമായി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്സ് വാങ്ങിക്കരുത്. സ്വർണ്ണപ്പണയ വായ്പയിലുള്ള മാറ്റങ്ങൾ. പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ മൂല്യം കണക്കാക്കുന്നത് മുതലിനോടൊപ്പം കാലാവധി പൂർത്തിയാക്കുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും വായ്പാ നിരക്ക് നിശ്ചയിക്കുന്നത്. വായ്പാ നിരക്ക് ചുവടെ 2.5 ലക്ഷം രൂപ വരെ 85% മൂല്യം,
2,50,000 രൂപയ്ക്ക് മുതൽ 5 ലക്ഷം രൂപ വരെ 80% മൂല്യം, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 75% വരെ വായ്പ ലഭിക്കുന്നതാണ്. വായ്പാ തുകയും പലിശയും കൂടി ഉൾപ്പെടുത്തിയാണ് മൂല്യം കണ്ടുപിടിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് 2025 1/4/2026 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇങ്ങനെ പുതിയ അപ്ഡേഷൻ ലഭിക്കുവാനായിട്ട് സിബിച്ചൻ കുരുവിള എന്ന ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.